ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് പരിചയപ്പെടാം കേട്ടോ. ഇത് മൾട്ടിമീഡിയ ആണ് കേട്ടോ. ഇങ്ങനെയാണ് കീബോർഡിന്റെ പാക്കിംഗ് വന്നത്. 3 ഞാൻ വാങ്ങിയത്. അയ്യോ സംഭവം കൊള്ളാട്ടോ, അടിപൊളിയാണല്ലോ. പിന്നെ ഈ ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിച്ചത് തന്നെ. പക്ക ഫിനിഷ് ആണ്. ഈ ഈസൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഫിനിഷ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാം. പിന്നെ ഈ കമ്പനിയുടെ പേര് മാഗിജിയ എന്തൊക്കെയാണോ, എന്തോ ഒരു സംഭവം ആവശ്യക്കാരി വായിക്കാൻ തന്നെ കിട്ടുള്ള. പിന്നെ കീസൊക്കെ നല്ല രസമുണ്ട്. പ്രസ് ചെയ്യുമ്പോഴും ഒക്കെ നല്ല സ്മൂത്ത് ആണ്. ഇതിന്റെ ബാക്കിൽ ഇവിടെ ഒരു ബാറ്ററി ഇടുന്ന ഒരു പോർഷൻ ഉണ്ട്. ബാറ്ററി ഇതിന്റെ അകത്ത് ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. പിന്നെ ഇതിലൊരു കാറ്റലോഗ് ഉണ്ട്. ഇനി മൗസ് എടുത്ത് നോക്കാട്ടോ. മൗസും അടിപൊളിയാണല്ലോ, കിടിലൻ സാധനം കേട്ടോ. പിന്നെ ഇതിൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് കേട്ടോ. ചില ഇതിലൊന്നും ഓൺ ഓഫ് ബട്ടൺ ഉണ്ടാവാറില്ല. സൗണ്ട്ലെസ് ബട്ടൺസ് ആണ് കേട്ടോ എല്ലാം. പിന്നെ സ്ക്രോൾ ചെയ്യണ നല്ല സ്മൂത്ത് ആണ് കേട്ടോ. പിന്നെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ സൗണ്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു ഇതിന് മാത്രം സൗണ്ട് ഉണ്ട്, ബാക്കിയെല്ലാം സൗണ്ട്ലെസ് ആണ്. തുറന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ ഇരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാം. പിന്നെ ബാറ്ററി എനിക്ക് തോന്നുന്നത് ഡബിൾ എ ബാറ്ററി ആയിരിക്കും. അതിന്റെ ബാറ്ററി ഓൾറെഡി ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് പൊളാരിറ്റി നോക്കിയിട്ട് ബാറ്ററി ഇടാം. എന്നിട്ട് ഈ സംഭവം ഓൺ ചെയ്യുക, എന്നിട്ട് ഇത് അടയ്ക്കുക. അതുപോലെ തന്നെ കീബോർഡിനും പൊളാരിറ്റി നോക്കിയിട്ട് ബാറ്ററി ഇടാം. അതുപോലെ തന്നെ ഈ ഡോങ്കിൾ നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്താൽ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ നമ്പർ ലോക്ക് അടിച്ചാലും പവർ സേവിംഗ് മോഡിലാണ് ഇപ്പോൾ ഇത് രണ്ട്. ഇനി ഞാൻ ഈ USB ഡോങ്കിൾ ഇതിൽ കണക്ട് ചെയ്യാൻ പോകാം കേട്ടോ. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൗസ് പോയിന്റർ ഇപ്പോൾ മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ നമ്പർ ലോക്ക് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പവർ സേവിംഗ് മോഡിൽ നിന്ന് മാറി സംഭവം എല്ലാം സെറ്റാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വയർലെസ് മൾട്ടിമീഡിയ.